നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ തീപിടുത്തത്തിന്റെ ഞെട്ടലിലാണ് പ്രവാസി സമൂഹം. റിയാദിലെ ഖാലിദിയയിൽ പെട്രോൾ പമ്പിലെ താമസ സ്ഥലത്തുണ്ടായ അഗ്നിബാധയിൽ മലയാളികൾ ഉൾപ്പെടെ 6 ഇന്ത്യക്കാർക്കാണ് ജീവൻ നഷ്ടമായത്. ഇവരെ എല്ലാവരെയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മലയാളികൾക്ക് പുറമെ 2 തമിഴ്നാട് സ്വദേശികൾ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ തൊഴിലാളികളാണ് ബാക്കിയുള്ളവർ. മലപ്പുറം കുറ്റിപ്പുറം പഞ്ചായത്തിലെ വളാഞ്ചേരി പൈങ്കണ്ണൂർ തറക്കൽ യൂസഫിന്റെ മകൻ അബ്ദുൽ ഹക്കീം 31 വയസ്സ്, മേൽമുറി സ്വദേശി നൂറേങ്ങൽ കാവുങ്ങൽ തൊടി വീട്ടിൽ ഇർഫാൻ ഹബീബ് 33 വയസ്സ്, മധുര സ്വദേശി സീതാറാം രാജഗോപാൽ, ചെന്നൈ സ്വദേശി കാർത്തിക്, ഗുജറാത്ത് സൂറത്ത് സ്വദേശി യോഗേഷ് കുമാർ, മുംബൈ സ്വദേശി അസ്ഹർ അലി എന്നിവരാണ് മരിച്ചത്. എല്ലാവരും പെട്രോൾ പമ്പിൽ പുതുതായി ജോലിക്ക് എത്തിയതായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇവരിൽ ചിലർക്ക് ഇഖാമ ലഭിച്ചത്. ജോലിക്കാർക്ക് വേണ്ടി താൽക്കാലികമായി നിർമ്മിച്ച മുറിയിലെ AC പൊട്ടിത്തെറിച്ചാണ് അപകടം ഉണ്ടായത് എന്നാണ് വിവരം. ഇതിൽ മലയാളിയായ അബ്ദുൽ ഹക്കീം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സൗദിയിൽ എത്തിയത്. മരിച്ച ഹക്കീമും ഇർഫാൻ ഹബീബും സഹപ്രവർത്തകർ മാത്രമല്ല, ഇവർ ഉറ്റ കൂട്ടുകാരുകൂടിയായിരുന്നു. ഒരുമിച്ച് പഠിച്ച് ജോലി ചെയ്ത സുഹൃത്തുക്കൾ ഒടുവിൽ ഒന്നിച്ചു തന്നെ മരണത്തിലും കീഴടങ്ങുകയായിരുന്നു. ഇരുവരും കോട്ടക്കൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഒരേ സമയം ബിടെക് പഠനം പൂർത്തിയാക്കിയവരാണ്. ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കിയാണ് ഇരുവരും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. നാട്ടിൽ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോഴാണ് ഗൾഫിലേക്ക് വരാൻ ഇരുവർക്കും അവസരം ലഭിച്ചത്. ഇന്റർവ്യൂ കഴിഞ്ഞ് റിയാദിലെ പമ്പിൽ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. പമ്പിലെ സാങ്കേതിക ജോലികൾക്കായി ഇരുവരും ടെക്നീഷ്യൻ തസ്തികയിൽ എത്തിയവരാണ്. എന്നാൽ സ്വപ്നങ്ങൾ തകിടം മറിച്ച മരണം അവരെ തട്ടിയെടുത്തതായി സഹപ്രവർത്തകർ പറഞ്ഞു. ഇരുവരുടെയും മരണത്തിന്റെ നടുക്കത്തിലാണ് സഹപ്രവർത്തകരും സുഹൃത്തുക്കളും. മരിച്ച 6 ഇന്ത്യക്കാരുടെയും മൃതദേഹങ്ങൾ ഷുമൈസി ആശുപത്രി മോർച്ചറിയിലാണ്. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും KMCCയുടെ വെൽഫെയർ വിംഗ് ചെയർമാൻ സിദ്ദിഖ് തുവൂരും സഹപ്രവർത്തകരും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ രംഗത്തുണ്ട്. അതേസമയം കഴിഞ്ഞ മാസം ദുബായിലെ ഏറ്റവും തിരക്കേറിയ മാർക്കറ്റായ നൈഫിലെ ഫ്രിഡ്ജ് മുറാർ ഏരിയയിലെ ബിൽഡിംഗിലുണ്ടായ തീപിടുത്തത്തിൽ 4 ഇന്ത്യക്കാരടക്കം 16 പേരാണ് മരിച്ചത്. ദുബായിലെ ഡ്രീം ലൈനർ ട്രാവൽസ് ആൻഡ് ടൂറിസം സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന മലപ്പുറം വേങ്ങര കാലങ്ങാടൻ റിജേഷ് 38 വയസ്സ്, ദുബായ് ഖിസൈസിലെ ക്രസന്റ് സ്കൂൾ അധ്യാപികയായ ഭാര്യ കണ്ടമംഗലത്ത് ജഷി 32 വയസ്സ് എന്നിവരാണ് മരിച്ച മലയാളികൾ. ഇരുവരുടെയും മൃതദേഹം നാട്ടിലെത്തിച്ചിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.